ഫാമിലി മാറ്റേഴ്സിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കം ഉണ്ടാവുന്നു. ശരിക്കും ഇമോഷണലി തോൽപ്പിക്കുന്നത് കുട്ടികളുടെ കാര്യം വെച്ചാണ്. കാരണം കുട്ടികളുടെ കസ്റ്റഡിയെ സംബന്ധിച്ച് ആരുടെ കയ്യിലാണോ കസ്റ്റഡി അവർ കുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്യും, എന്നിട്ട് ഓപ്പോസിറ്റ് പാർട്ടീസിന് കൊടുക്കാതിരിക്കും. അമ്മയുടെ കയ്യിലാണെങ്കിൽ അച്ഛന് കൊടുക്കുന്നത് ഒരു തോൽവി പോലെയാണ് നോക്കിക്കാണുന്നത്. അതേപോലെ തന്നെ അച്ഛൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുന്നത് ഒരു തോൽവിയായിട്ടാണ് കാണുന്നത്. കുട്ടികളുടെ ഒരു വെൽഫെയർ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് ഓരോ പ്രായത്തിലും അവരുടെ ഒരു ബയോളജിക്കലി അവരുടെ കൂടെ വേണ്ട ഒരു ഗാർഡിയനായിട്ട് അല്ലെങ്കിൽ അവരുടെ പാരൻസ് അവരുടെ രണ്ടുപേരും ഒരുമിച്ച് കിട്ടാത്ത ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അതെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു പരിധി വരെയെങ്കിലും അവർക്ക് അച്ഛനാണോ അമ്മയാണോ അവർക്ക് ആവശ്യം ആ ഒരു സമയത്തെങ്കിലും നിങ്ങൾ വിട്ടുകൊടുക്കണം. ഇതൊരു തോൽവിയല്ല, ഇതാ കുട്ടിയുടെ ഭാവിക്കുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ കേസിൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പം ഒരു പക്ഷേ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷേ കുട്ടിയുടെ ഭാവി കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ശരിക്കും ഒരു ഫെയിലിയർ ആയിരിക്കും. നിങ്ങൾ ഒരു പാരന്റ് എന്ന നിലയിൽ ഒരു ഫെയിലിയർ ആയിരിക്കും. സോ നിങ്ങൾ ഈ കുട്ടികൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കൂ. കാരണം നിങ്ങളുടെ ഇമോഷൻസിനെ മാത്രം ബേസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടിയുടെ വെൽഫെയർ ഫ്യൂച്ചർ എല്ലാം സ്പോയിലാവും. സോ എല്ലാവരും മാക്സിമം ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ കുട്ടികളുടെ ഒരു ഭാവിയെ കരുതി അനാവശ്യമായിട്ടുള്ള വാശികൾ ഒഴിവാക്കണം. കാരണം കുട്ടിയെ ഒന്ന് വിട്ടുകൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അവിടെ തോൽവി സംഭവിക്കുന്നില്ല. മാത്രമല്ല അത് കുട്ടിയുടെ ജീവിതത്തിനും ഭാവിക്കും ക്ഷേമത്തിനൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്.